കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ വിവാദമായ ഒരു തീരുമാനമെടുത്തത്. അത് രാജ്യത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. നിലവിൽ രാജ്യത്ത് സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ പല വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകളുണ്ട്. അതിദരിദ്ര വിഭാഗത്തിനാണ് മഞ്ഞ കാർഡുള്ളത്. ഇവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിനാണ് കേന്ദ്ര സർക്കാരിന്റെ അന്ത്യോദയ അന്ന യോജന പദ്ധതി. ഇതിൽപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യങ്ങളാണ് സൗജന്യ നിരക്കിൽ ലഭിക്കുക. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം നോക്കാതെയാണ് ഈ 35 കിലോ ഭക്ഷ്യധാന്യം ഇപ്പോൾ നൽകുന്നത്. അതായത് ഒരംഗം മാത്രമുള്ള കുടുംബത്തിനും നിലവിൽ 35 കിലോ ധാന്യം ലഭിക്കും. എന്നാൽ അതിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ. 2013 ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് കേന്ദ്രം ഈ നീക്കം നടത്തുന്നത്. ഇതിനായുള്ള കരട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ഭേദഗതിയുടെ കരടിൽ പൊതുജനാഭിപ്രായം അറിയിക്കാനുള്ള സമയപരിധി ജൂലൈ 13 വരെയാണ്. പുതിയ നിയമം നടപ്പായാൽ ഈ കുടുംബങ്ങൾക്ക് അവരുടെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാകും ഭക്ഷ്യധാന്യം ലഭിക്കുക. ഒരംഗത്തിന് 7 കിലോ ഭക്ഷ്യധാന്യം നൽകും. പരമാവധി ഒരു കുടുംബത്തിന് 35 കിലോ എന്നത് തുടരും. റേഷൻ വിതരണത്തിലെ അസമത്വം ഇല്ലായ്മ ചെയ്യാനാണെന്നാണ് പുതിയ നീക്കത്തിന് കേന്ദ്രം നൽകുന്ന ന്യായീകരണം. അംഗസംഖ്യ പരിഗണിക്കാതെ 35 കിലോ അരി എന്നത് അസമത്വമുണ്ടാക്കുന്നു. കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കാനാണ് പുതിയ പദ്ധതിയെന്നും വ്യക്തികൾക്ക് നിശ്ചിത തൂക്കം നൽകുമ്പോൾ തുല്യത ഉറപ്പാക്കാനാകുമെന്നും കേന്ദ്രം പറയുന്നു. പക്ഷേ ഈ ന്യായത്തിൽ കഴമ്പില്ലെന്നാണ് മറുവാദം. കാരണം പുതിയ നിയമപ്രകാരം ഒരു കുടുംബത്തിന് പരമാവധി 35 കിലോ അരി മാത്രമേ ലഭിക്കൂ. 5-ൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് 35 കിലോ ലഭിച്ചാൽ അത് അസമത്വം തന്നെയല്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. കാരണം കേന്ദ്ര നിയമം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക കേരളത്തെയാകും. കേരളത്തിന്റെ അരിവിഹിതത്തിൽ പ്രതിവർഷം 1 ലക്ഷം ടൺ വരെ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. റേഷൻ സംവിധാനത്തിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തേണ്ട സമയത്ത് ഉള്ളവരെ കൂടി പുറത്താക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്ന് അനൂപ് കുറ്റപ്പെടുത്തുന്നു. അതേസമയം വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ്. കേന്ദ്ര നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം സർക്കാർ ഉയർത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കേന്ദ്ര സർക്കാരിന് ആശങ്കയറിയിച്ച് കത്തെഴുതിയിട്ട് കാര്യമില്ല. ശക്തമായ പ്രതിഷേധം ഉയർത്തണം. ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കണം. അത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം ഉണ്ടാകും. കേന്ദ്രത്തിനെതിരായ നീക്കങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ UDF സർക്കാരിന് ഉണ്ടാകുമെന്നും CPM വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു നീക്കത്തിന് UDF സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ ഏറ്റുമുട്ടലിന് തങ്ങളില്ല എന്നാണ്. കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുകയാണ് UDF ലക്ഷ്യം. ഇക്കാര്യത്തിൽ LDFന്റെ നയമോ സമീപനമോ അല്ല തങ്ങൾക്കുള്ളതെന്നും സതീശൻ പറഞ്ഞിട്ടുണ്ട്.